കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അടക്കമുള്ള സ്വഹാബികളെയും കൂട്ടിക്കൊണ്ട് മരണപ്പെട്ടു പോയതിന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ സൈനബ റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മക്കയുടെ മൺതരികളിലൂടെ ചവിട്ടിക്കൊണ്ട് നടക്കുകയാണ്. ഖബറിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുകയാണ്. അവിടുത്തെ പരിശുദ്ധ പാവന പരിശ്രേഷ്ഠ ആ കരം കൊണ്ട് സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറടക്കം ചെയ്തതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങെന്തിനാണ് നബിയേ ഇങ്ങനെ കരയുന്നത്? എന്തിനാ അങ്ങെന്തിനാണ് ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നത് നബിയേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറകണ്ണുകളോടെ ഉത്തരം പറയുകയാണ്, എന്റെ സ്വഹാബാ, ആരും കേൾക്കാത്ത, നിങ്ങളുടെ കാതുകൾ കൊണ്ട് നിങ്ങൾ കേൾക്കാത്ത ഒരു ശബ്ദം ഞാൻ കേട്ടു സ്വഹാബാ. എന്റെ കരളിന്റെ കാതലായ സൈനബ റളിയല്ലാഹു തആല അൻഹയെ ഈ ഖബറിലേക്ക് വെച്ച് ഞാൻ മറമാടിയപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു സ്വഹാബാ. ഈ ഖബറിന്റെ സൈനബിനെ ഇടുക്കി എന്റെ സൈനബിന്റെ എല്ലുകൾ പൊടിയുന്ന ശബ്ദം കേട്ടിട്ട്, എന്റെ സൈനബ് കൂക്കി ആർത്തട്ടസിക്കുന്ന ശബ്ദം കേട്ടിട്ട് എന്റെ കാതുകൾക്ക് എന്റെ ശ്രവണകുടങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്വഹാബാ. ഈ കാണുന്ന എൻവിറോൺമെന്റ് കരയുകയാണ്. സ്ട്രാറ്റോസ്ഫിയറുകളും ന്യൂട്രോണുകളും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും കരയുകയാണ്. ഈ കാണുന്ന സകലമായ സർഫേസുകളും കരയുകയാണ്. ഈ കാണുന്ന ഓഷ്യൻസ് കരയുകയാണ്. ഈ കാണുന്ന സകലമായ സൃഷ്ടിചരാചരങ്ങൾ പൊട്ടിക്കരയുകയാണ്. എന്റെ സൈനബിന്റെ ശബ്ദം സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല സ്വഹാബാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നേതാവ് പൊട്ടിക്കരഞ്ഞുവെങ്കിൽ ഇസ്ലാമിന്റെ മൂന്നാം ഖലീഫ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് അതാ മക്കയുടെ ഓരത്ത് നിൽക്കുമ്പോൾ ഒരു ഖബറിലേക്ക് നോക്കി പൊട്ടിക്കരയുകയാണ്. സ്വഹാബികൾ ചോദിച്ചു, അല്ല നിങ്ങളെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വാവിട്ട് നിലവിളിക്കുന്നത്? അപ്പോഴാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുന്നത്, ആ ഖബർ കണ്ടോ സ്വഹാബാ, وهو أول منزل من منازل الآخرة. ആഖിറമെന്ന് പറയുന്ന ഭയാനകരമായ ഭീകരമായ ബീഭത്സകരമായ ലോകത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ, ഞങ്ങളൊരു വഴിയിലൂടെ നടക്കുമ്പോ ഖബർ നമ്മളെ നോക്കി വിളിക്കും, എത്ര അന ബൈത്തുൽ മാ, ഞാൻ ഭീകരതയുടെ വീടാണ്, ഞാൻ ബീഭത്സതയുടെ വീടാണ്, ഞാൻ നിന്റെ ശരീരത്തെ പിച്ചി ചീന്താൻ കാത്തിരിക്കുന്ന വീടാണെന്ന് ഖബർ പറയുമെന്ന് ലോകത്തിന്റെ നേതാവ് പഠിപ്പിച്ചു കൊടുത്ത വാക്യം ആലോചിച്ചുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരയുകയാണ്. അല്ലാഹുവേ, വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ കരഞ്ഞു പോയവരാണ്. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഖബർ കുഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് 40 നാളോളം അവിടെ ഇരുന്ന് ഖത്തം ഓതിയ മഹദിയല്ലേ, മരണത്തെ കുറിച്ച് പേടിച്ചു പറച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുമൊഴികളെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നില്ലേ, നീ മരണപ്പെടുന്ന സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ചാരത്തേക്ക് വരികയാണ്.